അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ആരും ബേജാറാവണ്ട. എന്താണത്, പുല്ലും അതുപോലെ തെങ്ങും മരങ്ങളും വയലും മാത്രമാണല്ലോ കാണുന്നത് എന്ന് വിചാരിച്ച് ആരും ബേജാറാവണ്ട. നിങ്ങൾക്ക് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ അഭിമുഖം, സംസാരം നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കക്കാട് മുഹമ്മദ് ഫൈസി നടത്തിയ സംസാരം, അഭിമുഖം നമുക്ക് കാണാം. അതിനു മുമ്പ് രണ്ട് കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നോ? സ്വഹാബാക്കളുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നോ? ഇതിനെപ്പറ്റിയാണ് കക്കാട് മുഹമ്മദ് ഫൈസി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ചുമരുകളിൽ വരെ ഉണ്ടായിരുന്നു. ചുമരിൽ അതുപോലെ പിന്നെ ചുമരിലല്ലാതെ ഫോട്ടോ വേറെയും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് കക്കാട് മുഹമ്മദ് ഫൈസി തെളിവുകൾ, ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് കക്കാട് ഫൈസി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ സ്വഹാബികൾ അത് കണ്ടിരുന്നു. ചുമരിലുണ്ടായിരുന്നു, അല്ലാതെയും ഉണ്ടായിരുന്നു എന്നൊക്കെ കക്കാട് ഫൈസി പറഞ്ഞപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം കക്കാട് ഫൈസിയോട് ചോദിച്ചു, എന്താണ് കക്കാട് നിങ്ങൾ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നെന്നോ? അതെ, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായ ഗ്രന്ഥങ്ങൾ കക്കാട് ഫൈസി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പറഞ്ഞു കൊടുത്തത് എല്ലാം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സ്വഹാബാക്കൾ ആ ഫോട്ടോകൾ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിന് ശേഷവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സ്വഹാബാക്കൾ, ആ കാലത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും ആ ഫോട്ടോ ഉണ്ടായിരുന്നു. ചുമരിലുണ്ടായിരുന്നു, അതുപോലെ ചുമരിലല്ലാതെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വ്യക്തമായ, എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കാന്തപുരത്തിനോട് കക്കാട് മുഹമ്മദ് ഫൈസി പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ആ വീഡിയോയിൽ, കക്കാട് ഫൈസിയുടെ അഭിമുഖത്തിൽ നിങ്ങൾക്ക് കാണാം. സ്വഹീഹായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ 20-ലധികം ആധികാരിക തഫ്സീറുകളിൽ, ഇബ്നു കസീർ, ബൈളാവി പോലെയുള്ള ഗ്രന്ഥങ്ങളിലും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇതുപോലെ 20
ആധികാരിക തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം ഈ സംഭവം ഉണ്ട് എന്ന് കക്കാട് ഫൈസി കാന്തപുരത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറയുന്നതല്ല, കക്കാട് ഫൈസിയുടെ വകയായി പറയുന്നതുമല്ല എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന, മുസ്ലിം ലോകത്ത് അംഗീകരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താരീഖുൽ കബീറിലും ഇമാം ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിലും അതുപോലെ ഇമാം ബൈദാവി, ഇമാം ഖുർത്തുബി തുടങ്ങി 20ഓളം ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് കക്കാട് ഫൈസി അഭിമുഖത്തിൽ സംസാരത്തിൽ പറയുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, സ്വഹാബിയായ ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അങ്ങനെ സ്വഹാബിയായ ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രബോധനത്തിന് വേണ്ടി ഏതാനും സ്വഹാബാക്കളെ ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. നമുക്കറിയാം, ഹിർക്കൽ രാജാവിനെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിർക്കൽ രാജാവിന് കത്തയച്ചിട്ടുണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സഹാബാക്കളെ പറഞ്ഞയക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് അവർ ചൊല്ലുന്നു. കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ രാജാവ് പെട്ടെന്ന് അവരെ സ്വീകരിക്കുന്നില്ല. പെട്ടെന്ന് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് രാജാവ് അവരെ ക്ഷണിക്കുന്നില്ല. കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് രാജാവ് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോടും കൂടെയുള്ള സ്വഹാബാക്കളോടും പിന്നെ ഹിർക്കൽ രാജാവ് ചില ചോദ്യങ്ങൾ, വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം കേട്ടപ്പോൾ ഹിർക്കൽ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഹിർക്കൽ രാജാവ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ കൃത്യമായി പറയുന്നത് കേട്ടപ്പോൾ ഹിർക്കൽ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. അവരെ രാജാവ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ആ റൂമിൻ്റെ ഉള്ളിലുള്ള, കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റൂമിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് രാജാവ് വളരെ പഴയ ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു പെട്ടി പുറത്തെടുത്തു. പല നിറങ്ങളിലുള്ള പട്ടുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി രാജാവ് പുറത്തെടുത്തു. എന്നിട്ട് രാജാവ് ആ പെട്ടി തുറന്ന് അവർക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കുറേ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഈ ഫോട്ടോകൾ ആരുടേതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ രാജാവ് സ്വഹാബാക്കൾക്ക് വേറെ ഒരു പെട്ടി എടുത്തു കൊണ്ടുവന്ന് ആ പെട്ടിയിൽ നിന്നും കുറച്ച് ഫോട്ടോകൾ പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോകൾ നിങ്ങൾക്ക് പരിചയമുള്ള, ഈ ഫോട്ടോയിൽ കാണുന്ന മുഖങ്ങൾ, ഏതെങ്കിലും മുഖങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അറിയില്ല രാജാവേ. അങ്ങനെ വേറെ ഒരു പെട്ടി എടുത്തു കൊണ്ടുവരുന്നു.
ആ പെട്ടി കൊണ്ടുവന്ന് രാജാവ് ആ സ്വഹാബാക്കളുടെ മുമ്പിൽ വെച്ച് അത് തുറക്കുന്നു. തുറന്ന സമയത്ത് തന്നെ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ആ മുഖമാണ്. ആ മുഖം കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, അവർക്ക് കണ്ട് പരിചയമുള്ള ആ മുഖം കണ്ടപ്പോൾ ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഹാദാ ഹുവ സ്വാഹിബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞങ്ങളുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിശാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അവിടെയുണ്ടായിരുന്ന അവരുടെ കൂടെയുള്ള സ്വഹാബാക്കളും കരഞ്ഞു. രാജാവ് ഇത് കണ്ടപ്പോൾ എഴുന്നേറ്റു, കൈകൂപ്പി ആ ഫോട്ടോകൾ ബഹുമാനിച്ചതിന് ശേഷം രാജാവ് ഇരുന്നു. എന്നിട്ട് രാജാവ് അവരോട് പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഗ്രന്ഥങ്ങൾ, സ്വഹീഹായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളും 20ഓളം ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വളരെ വ്യക്തമായി കക്കാട് മുഹമ്മദ് ഫൈസിയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഇതിലുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക്, കക്കാട് മുഹമ്മദ് ഫൈസിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സ്പർശിച്ചാൽ മതി. നിങ്ങൾക്ക് ആ അഭിമുഖം എന്താണ് ചെയ്യേണ്ടത്? നേരെ നിങ്ങൾ പിന്നെ എവിടെ പോവുക? കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ, ഈ വീഡിയോ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ യൂട്യൂബ് ചാനലിലുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സ്പർശിച്ചാൽ മതി. നിങ്ങൾക്ക് ഉടനെ തന്നെ യൂട്യൂബിലുള്ള കക്കാട് ഫൈസിയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കക്കാട് മുഹമ്മദ് ഫൈസിയുമായി നടത്തിയ അഭിമുഖത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഹിർക്കൽ രാജാവ് പറയുകയാണ് ഈ സ്വഹാബാക്കളോട്, പിന്നെ എനിക്കറിയാമായിരുന്നു ഇത് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഫോട്ടോ ആണെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ എന്തിന് നിങ്ങളോട് ഒരുപാട് ഫോട്ടോകൾ കാണിച്ചു? ഇത് കാണിച്ചു തരുന്നതിൻ്റെ മുമ്പ് വേറെ പല ഫോട്ടോകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം, നിങ്ങൾ എത്രത്തോളം സത്യസന്ധത ഉള്ളവരാണ്. നിങ്ങൾ ഒരു ഫോട്ടോ കാണിക്കുമ്പോഴേക്ക് ചാടി വീഴുമോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റു പല ഫോട്ടോകളും നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയുന്നത് സത്യമാണ്. എനിക്കറിയാം ഇത് മുഹമ്മദ് നബിയുടെ ഫോട്ടോ തന്നെയാണ് എന്ന്. നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാണ്, നിങ്ങളെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇത് മുഹമ്മദ് നബിയുടെ ഫോട്ടോ തന്നെയാണ്. രാജാവ് അവരെ ആദരിച്ചു. രാജാവ് അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ എത്തി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫോട്ടോ കാണിച്ചതും എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, മിസ്കീൻ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തില്ല, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇസ്ലാം പ്രബോധനം ചെയ്യാത്തത്. മറ്റു പല തടസ്സങ്ങളും ഉണ്ടാകും പെട്ടെന്ന് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ, വിളംബരം ചെയ്യാൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. ഇനി ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും, ഇത് നടക്കുന്നത് വഫാത്തിന് ശേഷമാണ്. പിന്നീട് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പിന്നെ റോമ രാജ്യത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി സ്വഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സ്വഹാബാക്കൾക്ക് അവിടെ ചെന്നപ്പോൾ സ്വഹാബാക്കൾക്ക് മറ്റൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് അവരെ ഒരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി, സ്വഹാബാക്കളെ ഒരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ ആ റൂമിൻ്റെ ചുമരുകളിലൊക്കെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, അത് മറ്റൊരു സംഭവമാണ്, ഈ ഫോട്ടോകൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ റൂമിൻ്റെ ഉണ്ടായിരുന്ന കുറേ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടക്കുന്ന സംഭവമാണ്. ചുമരിലുണ്ടായിരുന്ന ഫോട്ടോകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഈ ഫോട്ടോകൾ നിങ്ങൾ നോക്കൂ. അവർ ചുറ്റും നോക്കി, ചുമരിലേക്ക് നോക്കി, ഫോട്ടോകൾ കണ്ടു. പക്ഷേ അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഫോട്ടോകൾ ഉണ്ടോ എന്ന് നോക്കൂ. ആ റൂമിൽ ഒരൊറ്റ ഫോട്ടോയും അവർക്ക് പരിചയമുള്ളത് ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി അവർക്ക് ചുമരിലേക്ക് നോക്കാൻ പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ മാത്രമല്ല ചുമരിലുള്ളത്, മധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്നു. ചുറ്റുഭാഗത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു രണ്ട് സൈഡിലായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സൈഡിലായിട്ട്, ഒരു സൈഡിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊരു സൈഡിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഭാഗത്തും, ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അവർ പെട്ടെന്ന് ഫോട്ടോ കണ്ടപ്പോൾ, അവർ കണ്ടതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ കാണുമ്പോൾ എത്ര പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീഡിയോ നീണ്ടുപോകുന്നു. വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.